ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോനറ്റ്സ് എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി 10 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ഡോനറ്റ്സ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചെറിയ ചൂടുള്ള 1/2 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ അത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള മിക്സർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്കുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. 120 ml കപ്പാണ്. ഞാനെടുത്തിരിക്കുന്നത് മൾട്ടിഗ്രെയിൻ ഫ്ലോറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആട്ട വെച്ചോ മൈദ വെച്ചോ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈവച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരത്തില്ല. 1-2 ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യം വരത്തുള്ളൂ. നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഈ ഒരു രീതിയിലാക്കിയെടുക്കണം മാവ്. ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ മാത്രം കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഞാനിത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി 2 മണിക്കൂറിന് ശേഷം മാവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ച് അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളയാം. കുറച്ച് പൊടി കൂടിയിട്ട് മാവ് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സിലിക്കോൺ മാറ്റ് എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്താലും മതി. അതിൽ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് അതിന് ശേഷം അത് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് റോളറിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കണം. ഇതേപോലെ ആയതിനു ശേഷം ഇത് നമുക്ക് ഡോനറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു അടപ്പ് വെച്ച് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഡോനറ്റ് കട്ടർ വാങ്ങാൻ കിട്ടും, അത് വെച്ചും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒരു കനത്തിലായിരിക്കണം ഡോനറ്റ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് 2 ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ വടയുടെ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം, പിന്നെ അല്ലാതെ ബണ്ണിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം, ഹോളിടാതെ. ബാക്കി വന്ന മാവും ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്നുകൂടി പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഡോനറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 8 ഡോനറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം.
15 മിനിറ്റിന് ശേഷം ഡോനട്ട് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഡോനറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടി വീർത്തു വരും. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആയി കളർ മാറിയതിന് ശേഷം കോരിയെടുക്കാം. ഇത് ഹോളില്ലാത്ത ടൈപ്പ് ഡോനറ്റാണ്. ഇങ്ങനെ എല്ലാ ഡോനറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡോനറ്റ് ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയിൽ മുക്കിയെടുക്കണം. എന്നാലേ അത് നന്നായിട്ട് അതിൽ പൊതിഞ്ഞിരിക്കത്തുള്ളൂ. ചോക്ലേറ്റിൽ മുക്കിയെടുക്കുന്നത് തണുത്തതിന് ശേഷം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ അതെടുക്കാം, ചോക്ലേറ്റ് മതിയെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ എല്ലാ ഡോനറ്റ്സും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കുന്നത് നോക്കാം. ഓരോന്നും എടുത്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർഫുള്ളായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പഞ്ചസാരയിൽ മുക്കിയെടുക്കുന്നതും. ചൂടോടുകൂടി തന്നെ അതിലിട്ട് അതിൻ്റെ രണ്ട് വശവും പഞ്ചസാരയിലിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോനറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിയാണിത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.